നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. തോൽവിയുടെ തിരക്കഥ തേടി നേതൃസ്ഥാനത്തെ ത്രിമൂർത്തികൾക്ക് നേരെ രൂക്ഷ വിമർശനവുമായി KPCC നിർവാഹക സമിതി ക്യാമ്പ്. പാർട്ടിയുടെ തോൽവിയിൽ ഉമ്മൻചാണ്ടിക്കും രമേശനും സുധീരനും തുല്യ പങ്കെന്ന് രണ്ടാം നിര നേതാക്കൾ. അതേസമയം പരാജയത്തിന് മുഴുവൻ ഉത്തരവാദി സുധീരൻ എന്ന വിമർശനവുമായി MM ഹസൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിയോഗികളെ നേരിടാനും വിജയമുറപ്പിക്കാനും പാർട്ടി ഒരു മുന്നൊരുക്കവും നടത്തിയില്ല. കോൺഗ്രസ് സ്വീകരിച്ച മതേതര നിലപാടിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. മദ്യനയം തിരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് ഒരു പ്രയോജനവും ചെയ്തില്ലെന്നും വിമർശനം. മദ്യനയത്തെ ചൊല്ലി മുതിർന്ന നേതാവ് AK ആന്റണിക്ക് നേരെ ആക്ഷേപശരവുമായി VD സതീശൻ. ആന്റണിയുടെ ആദർശം പറയുവാനേ കൊള്ളൂ, പ്രാവർത്തികമാക്കാൻ കഴിയില്ല. അവസാന കാലത്ത് സർക്കാർ എടുത്ത വിവാദ തീരുമാനങ്ങൾ തിരിച്ചടിയായെന്നും വിലയിരുത്തൽ. പിന്തുണച്ച് കുമ്മനം. സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ P. ശ്രീരാമകൃഷ്ണന് വോട്ട് ചെയ്ത രാജഗോപാലിന്റെ നടപടിയിൽ മൗനം വെടിഞ്ഞ് കുമ്മനം. രാജഗോപാൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തതിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നതയില്ല. സ്പീക്കർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അതീതം. UDF-ൽ നിന്ന് വോട്ട് ചോർത്തിയത് ഉമ്മൻചാണ്ടിയാണോ എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. അതേസമയം O. രാജഗോപാൽ LDF-ന് വോട്ട് ചെയ്തതിൽ BJP നേതൃയോഗത്തിൽ ഭിന്നാഭിപ്രായം. തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമായിരുന്നു എന്ന് ഒരു വിഭാഗം. രാജഗോപാൽ ശ്രീരാമകൃഷ്ണന് വോട്ട് ചെയ്തത് LDF BJP അവിശുദ്ധ ബന്ധത്തിന് തെളിവെന്ന് ചെന്നിത്തലയും സുധീരനും. പൈപ്പില്ലെങ്കിൽ പൂട്ടുവീഴും. ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ ശരിയായില്ലെങ്കിൽ നഷ്ടത്തിലേക്ക് കുപ്പുകുത്തുന്ന കൊച്ചി തുറമുഖം പൂട്ടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. വികസന പദ്ധതികൾക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകിയാൽ കേന്ദ്രം എന്ത് സഹായത്തിനും ഒരുക്കുമെന്നും ഉപരിതല ഗതാഗത മന്ത്രി. വാതക പൈപ്പ് ലൈൻ പൂർത്തിയായാൽ ഇപ്പോൾ നഷ്ടത്തിൽ തുടരുന്ന കൊച്ചി തുറമുഖം 150 കോടിയോളം രൂപയുടെ ലാഭത്തിലാകും. പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമാകാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണം. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ എത്രയും വേഗം പൂർത്തിയാകണമെന്നും ഗഡ്കരി. ഭൂമിദാനത്തിൽ പുതിയ കുരുക്ക്. സന്തോഷ് മാധവൻ ഭൂമിദാന കേസിൽ വിജിലൻസ് റിപ്പോർട്ട് തള്ളി കോടതി. കേസിൽ മുൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടിക്കും അടൂർ പ്രകാശിനുമെതിരെ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നടപടി മന്ത്രിമാരെ കുറ്റവിമുക്തരാക്കിയ ത്വരിത പരിശോധനാ റിപ്പോർട്ട് തള്ളി. വിവാദ സന്യാസി സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ പുത്തൻവേലിക്കര ഭൂമി ഇടപാട് കേസിലാണ് മുൻ മന്ത്രിമാർക്കെതിരായ അന്വേഷണ ഉത്തരവ്. വ്യവസായ റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ അറിവും അനുമതിയുമില്ലാതെ ഭൂമിദാന ഉത്തരവ് പുറത്തിറങ്ങിയെന്ന് കരുതാനാവില്ലെന്ന് കോടതി. ഹൈടെക് IT പാർക്ക് സ്ഥാപിക്കുന്നതിനായി എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഉൾപ്പെട്ട 118 ഏക്കർ വയൽ ഭൂമി സ്വകാര്യ കമ്പനിക്ക് കൈമാറി റവന്യൂ വകുപ്പ് ഉത്തരവ് പുറത്തിറങ്ങിയത് ഇക്കഴിഞ്ഞ മാർച്ച് 2-ന്. RMZ ഇക്കോവേൾഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് വേണ്ടിയായിരുന്നു വിവാദ ഭൂമിദാനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2715 രൂപ, പവൻ 21,720 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30-ന്. നമസ്കാരം.